വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്താന്ന് ചോദിച്ചാല് നമ്മുടെ തമിഴ് ആക്ട്രസ് ഖുഷ്ബു കുറച്ച് നാൾ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആള് ഒരു ക്യാരറ്റ് ഓയിൽ ഉണ്ടാക്കുന്നത്. ഇപ്പൊ ആ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഓയിൽ, కొంచెం కోకోనట్ ఆయిల్, అది எல்லாமே போட்டு അതിൽ കുറച്ച് വൈറ്റമിൻ. അപ്പോൾ ഇതാണ് ആ വീഡിയോ. അപ്പോൾ ആള് പറയുന്നതെന്ന് പറഞ്ഞാൽ ക്യാരറ്റ് ഓയിൽ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ആള് പറയുന്നത്. ആള് ഡെയിലി യൂസ് ചെയ്യുന്ന വീഡിയോ ആണ്. ആൾ ഭയങ്കര റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ക്യാരറ്റ് ഓയിൽ ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട്, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പക്ഷേ ഈ പറയുന്ന എല്ലാം ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഉണ്ടാക്കി നോക്കാം, എങ്ങനെ ഉണ്ടാവും എന്ന് അറിയണമല്ലോ. ക്യാരറ്റ് നമുക്ക് ഓൾറെഡി അറിയാം, നമ്മുടെ ABC ജ്യൂസിലെ മെയിൻ ഘടകമാണ് ക്യാരറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് വിറ്റാമിൻ A ഉള്ളത്. അതുപോലെ തന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന ബാക്കി കാര്യങ്ങളും. അപ്പോൾ നമുക്ക് എന്തായാലും ക്യാരറ്റ് ഓയിൽ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റിനെ കുറിച്ചിട്ടും അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ അടിപൊളിയാണ്. എന്തൊക്കെയാണ് ഇതിലുള്ളത് എന്നൊക്കെ ഞാൻ കാണിച്ചു തരട്ടെ. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കിയിട്ട് വരാം, ബാക്കി ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അപ്പോൾ ആൾ പറഞ്ഞതുപോലെ തന്നെ നമുക്കിതിൽ ആവശ്യമുള്ളത് ക്യാരറ്റാണ്. നന്നായിട്ട് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ, ഇതിൽ ഒലിവ് ഓയിൽ പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് ഒലിവ് ഓയിൽ പറ്റാത്തതുകൊണ്ട് ഞാൻ ഒലിവ് ഓയിൽ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. നല്ല സ്ലോ ഫ്ലെയിമിൽ വേണം വെക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏകദേശം ഒരു ½ അവർ, ആൾ പറയുന്നത് 2 hour ആണ്, ഞാൻ അത്ര വെച്ചിട്ടില്ല, ഒരു ½ hour ഏകദേശം വെച്ചിട്ടുണ്ട്, അത്ര മതിയാവും. അപ്പോൾ ഏകദേശം ഒരു ½ hour കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്തേക്കുന്നത്, അതിൽ നല്ലൊരു തുണി വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് സ്ക്യൂസ് ചെയ്തെടുക്കുക കേട്ടോ. ഓയിൽ മാത്രമായിട്ട് നമുക്ക് സ്ക്യൂസ് ചെയ്തെടുക്കുക, നന്നായിട്ട് തണുത്തിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. പിന്നെ അതിൽ ബാക്കി ഉള്ള എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്കി യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ബദാം ഓയിൽ എടുക്കുക, പിന്നെ നമുക്കൊരു 2 or 3 ഇവിയോൺ എടുക്കുക. ഇതാണ് ആവശ്യം കേട്ടോ. നമുക്ക് ആദ്യം ബദാം ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിയോൺ നന്നായിട്ട് പൊട്ടിച്ചിട്ട് കൊടുത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഓയിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്റ്റാർ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാരറ്റ് ഓയിൽ. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമൊന്നുമില്ല, പുറത്ത് തന്നെ നമുക്ക് വെക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ സാധനം എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഞാൻ ഇതിൽ എന്തൊക്കെ ആടിയിട്ടുള്ളത് പെട്ടെന്ന് പറഞ്ഞു പോകാം കേട്ടോ. നമ്മുടെ ക്യാരറ്റ് ഉണ്ട്, നമ്മുടെ കോക്കനട്ട് ഓയിൽ ഉണ്ട്, ബദാം ഓയിൽ ഉണ്ട്, പിന്നെ ഇവിയോൺ ഉണ്ട്. യൂസ് ചെയ്യുന്നത് നമ്മൾ ഓയിൽ സ്കിൻ ഉള്ളവരാണെങ്കിൽ വെളിച്ചെണ്ണ, ബദാം ഓയിൽ ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കുക കേട്ടോ. സ്കിന്നൊക്കെ ഒന്ന് ക്ലോഗ് ആകാൻ വേണ്ടി സാധ്യതയുണ്ട്. അപ്പോൾ ഓയിൽ സ്കിൻ ഉള്ളവർ ശ്രദ്ധിക്കുക, യൂസ് ചെയ്യുമ്പോഴത്തേക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇവിയോൺ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഇവിയോനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേണിയിൽ ഇവിയോൺ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. ഇവിയോൺ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് പറയാൻ വാക്കുകളില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അടിപൊളിയാണ്. സ്കിന്ന് വേറെ പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ ഇവിയോൺ മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾക്ക് ഡെയിലി മോയ്സ്ചറൈസറിന് പകരമായിട്ട് നമുക്ക് അലോവേര ജെല്ലും ഇവിയോണും കൂടിയിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ സ്കിന്നിൽ നല്ല ചേഞ്ച് നമുക്ക് അറിയാൻ പറ്റും. ഓവർ വെളുക്കും കാര്യങ്ങളൊന്നുമല്ല, പക്ഷെ അടിപൊളിയാണ്. എൻ്റെ സ്കിന്നിൽ ഞാൻ സ്കിൻ ചേഞ്ച് ആ ഒരു ഇതിൽ വരുമ്പോഴത്തേക്ക് എനിക്ക് ഏറ്റവും ബെനിഫിറ്റ്സ് തന്ന ഒരു കാര്യമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ചേഞ്ച്, എനിക്കൊരു ഡ്രാസ്റ്റിക് ചേഞ്ച്. ഇപ്പം നിങ്ങളൊക്കെ ചോദിക്കുന്ന പോലെ എന്താണ് സ്കിന്നിൽ ഇട്ടിട്ടുള്ളത് എന്ന് പറയാൻ, എങ്ങനെ കുറേയൊക്കെ മാറി എന്ന് നമുക്ക് ഒരുപാട് പേര് ചോദിക്കുമ്പോഴത്തേക്ക് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളതാണെങ്കിൽ ഇവിയോ അടിപൊളി സാധനമാണ് കേട്ടോ. വിറ്റാമിൻ E എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിൽ അടിപൊളിയാണ്. അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഈ ഒരു ഓയിലിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂടി ചേരുമ്പോഴത്തേക്കും സ്കിന്നിൽ എന്തായാലും നല്ലൊരു റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ പിമ്പിൾ വന്ന് മാർക്ക് മാറാനും, നമ്മുടെ ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറാനും, സ്കിന്നൊക്കെ ഒന്ന് ഡള്ളായിട്ടിരിക്കുകയാണെങ്കിൽ അതിനൊക്കെ അടിപൊളിയാണ്. ഞാൻ ക്യാരറ്റ് ഓയിൽ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം അതെങ്ങനെയാണ് അത് നമ്മുടെ സ്കിന്നിൽ വർക്ക് ആവുന്നത് എന്ന്. അതുകൊണ്ട് അടിപൊളി സാധനമാണ്. പിന്നെ നിങ്ങൾക്കിത് വേണമെങ്കിൽ രാത്രിയിൽ കിടക്കുമ്പോഴത്തേക്ക് ഇട്ടിട്ട് കിടന്ന് രാവിലെ കഴുകിക്കളയാം. ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാം കേട്ടോ. തണുത്ത വെള്ളത്തിൽ കഴിയുമ്പോഴത്തേക്ക് ഓയിൽ കണ്ടന്റ് എല്ലാം പോകണമെന്നില്ല, അതുകൊണ്ട് ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യുക ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ പ്രത്യേകിച്ച് എൻ്റെ സ്കിന്നിൽ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ലിപ്സ്റ്റിക്ക് ഐബ്രോ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ഫേസിലൊന്ന് മസാജ് ചെയ്ത് നോക്കാം. നമ്മൾ ഉണ്ടാക്കിയതല്ല, അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ എങ്ങനെയാണെന്നറിയാം. അപ്പം നമുക്കിതൊന്ന് മസാജ് ചെയ്യാം. അപ്പോൾ ഞാനൊരു കുറച്ച് നമ്മുടെ കയ്യിൽ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. എടുത്തിട്ട് നമുക്കിതൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഫേസൊക്കെ മസാജ് ചെയ്യുന്നവർക്കൊക്കെ അറിയായിരിക്കും. കണ്ട കളറുണ്ടോ? അടിപൊളി കേട്ടോ. സ്കിന്നൊക്കെ നന്നായിട്ട് ആ ടാനൊക്കെ റിമൂവ് ആവാൻ വേണ്ടിയിട്ടൊക്കെ അടിപൊളിയാണ് കേട്ടോ.
പിന്നെ ഞാനിത് ഡേ ടൈമിൽ യൂസ് ചെയ്യാൻ വേണ്ടി വളരെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഒരു ഈവനിങ് സൺലൈറ്റൊക്കെ പോയതിന് ശേഷം യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക്. ഓയിലൊക്കെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ സൺലൈറ്റുമായിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ചൊന്നും ടാൻ ആവാൻ വേണ്ടി സാധ്യതയുണ്ട്. അപ്പം നമുക്കൊന്ന് നൈറ്റ് ടൈമിലോ ഈവനിങ് ടൈമിലോ നമ്മൾ കുളിക്കുന്നതിന് തൊട്ട് മുന്നെയോ ഒക്കെ ഒന്ന് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ഫേസ് ഒന്ന് മസാജ് ചെയ്ത് തരാം, മസാജ് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ നോർമലി ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഫേസിൽ ഫുള്ളും ഒന്ന് നമ്മുടെ ഓയിലാക്കുക, പിന്നെ കഴുത്തിൽ. ഗുവാഷയൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഓയിൽ യൂസ് ചെയ്യാം. അത് നമ്മൾ മസാജ് എന്തായാലും നമ്മൾ മസാജ് ചെയ്യുമല്ലോ. അപ്പോൾ അതൊക്കെ തന്നെ അത് നല്ല സ്കിന്നിലൊക്കെ നന്നായിട്ട് അങ്ങനെ കയറിപ്പോവും. ഉണ്ടോ, ഞാൻ പ്രത്യേകിച്ച് സ്കിന്നിലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അത്യാവശ്യം നല്ല സ്കിന്നൊക്കെ ഒന്ന് ബ്രൈറ്റ് ആക്കാനും അടിപൊളിയാണ്. അടിപൊളി സാധനമാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് വലിയ റേറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാം നമുക്ക് കിട്ടുന്നത് തന്നെയാണ്. ഡ്രൈ സ്കിന്നും ബാക്കി കാര്യങ്ങളുള്ളവർക്കൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ്. സ്കിന്നൊന്ന് ബ്രൈറ്റ് ആവും, അത്യാവശ്യം നല്ലൊരു ഷെയ്ഡ് റിമൂവ് ആവും എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ. ഈ ഒരു ഓയിലല്ല, കാറ്റ് ഓയിൽ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയുന്നത്. അപ്പോൾ അടിപൊളി സാധനമാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നത് വരയ്ക്കും.